പലരും ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പുള്ളിയെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ പിടിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും അല്ല, ഒരു മടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ കെട്ടിയവനാണ് മനീഷ് ജോസഫ്. ഞങ്ങൾ കുടുംബകാര്യം പറയാൻ വേണ്ടിയല്ല കേട്ടോ, പണ്ട് കുട്ടികളുടെ സംരക്ഷണത്തിനെ പറ്റിയുള്ള ലീഗൽ ആസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ പലരും ചോദിക്കാറുണ്ട്. എങ്കിലും ഓരോ രാജ്യത്തിനും ഓരോ അതിൻ്റേതായ കൾച്ചറും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ. എന്നോടൊപ്പം ഉള്ളത് മനീഷ് ജോസഫ്. പുള്ളി ഇവിടുത്തെ മിനിസ്ട്രിയിൽ ഒരു സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം പുള്ളിയായിരിക്കും കൂടുതലും ഇതിനോട് ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഭാര്യയോടൊപ്പം ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, എന്നാലും സംഭവം കാര്യങ്ങളിലേക്ക് കിടക്കും. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് സെക്ടറിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പം ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. വളരെ സന്തോഷമേ ഉള്ളൂ. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ അതിനകത്ത് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൂടെ ചിലപ്പോൾ പലർക്കും പല പുലുവാലികളും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന കാര്യമാണ്, കുട്ടികളെ ഒന്ന് ഉപദ്രവിച്ചെന്നല്ല പറയുന്നത്, കുട്ടികളെ ഒന്ന് ശിക്ഷണത്തിൽ വളർത്തുന്നത് ന്യൂസിലൻഡിൽ അത് പറ്റത്തില്ലേ, കുട്ടികളെ ഫ്രീ ആയിട്ട് വിടണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച പോകുന്നത്. തീർച്ചയായിട്ടും ഫിസിക്കൽ ഹാമും അത് വരുത്തുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അത് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള പിള്ളേരെ അബ്യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം കുറ്റകരമാണ്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ ന്യൂസിലൻഡിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് ഏത് ഏജിലുള്ള കുട്ടികളെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് പോകാൻ പറ്റുന്നത്? അല്ലെങ്കിൽ കുട്ടികളെ പ്രായം കുറഞ്ഞ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് പോയെങ്കിൽ പേരൻസിന് ശിക്ഷണം കിട്ടുമോ? അതെങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ചിൽഡ്രൻ അണ്ടർ 14 എപ്പോഴും മോണിറ്റർ ചെയ്യണം. ആരെങ്കിലും ഒരു അഡൽട്ട് വീട്ടിലുണ്ടാവണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഇത്. നമ്മുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വം. ചിൽഡ്രൻ എബവ് 14 മീൻസ് ഹോം അലോൺ പ്രശ്നമില്ല. പക്ഷേ അവരാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു എന്നാ പറയുക, സറൗണ്ടിങ്സിൽ ആക്സസബിളായിട്ട് പേരൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ അവർക്കൊരു ഇമ്മീഡിയറ്റ് അവർക്കൊരു ആവശ്യം വന്നാൽ പേരൻസിന് ഓടിയെത്താൻ കാരണം അവരുടെ കേപ്പബിലിറ്റിയും കൂടെ ഒരു കാര്യമുണ്ട്. കാരണം അണ്ടർ 15 ആണെന്നോ അല്ല അണ്ടർ 14 ആണെന്നോ അല്ല 15 or 16 ആണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നതോ അല്ല അവരുടെ ആ സ്കില്ല് വ്യത്യാസമുണ്ട്, സ്കിൽ ലെവൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ പേരൻസിനെ കിട്ടുന്നില്ലെങ്കിൽ അങ്കിളോ ആൻറ്റിയോ അല്ലെങ്കിൽ നെയ്ബർഹുഡോ അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഫാമിലി ഫ്രണ്ടോ അവരെയൊക്കെ റീച്ച് ചെയ്യാനുള്ള അങ്ങനത്തെയൊക്കെ പ്രോസസ്സ് ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പ്രായം മാത്രമല്ല ഇവിടുത്തെ ഒരു മെഷർമെന്റ്, ഇത് എല്ലാത്തിനെയും കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അനിയനെയും കൂടെ വീട്ടിലിരുത്തിയിട്ട് പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് അനുവദനീയമാണോ? അങ്ങനെ ലീഗലി അനുവദനീയമല്ല. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കൺസേൺ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ രീതി അനുസരിച്ച് നമുക്ക് ആർക്കൊക്കെ ആയിരിക്കും വിളിച്ചു പറയാൻ പറ്റുന്നത്? ആർക്കും വഴി കൂടെ പോകുന്നവർക്ക് വിളിച്ചു പറയാൻ പറ്റും. ഇവിടുത്തെ ന്യൂസിലൻഡിൻ്റെ നിയമം അനുസരിച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഒരു കൺസേൺ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച് പോലീസിനെയോ മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ നമുക്ക് അറിയിക്കാം. അതിന് ആർക്കാണല്ലോ, ഏതൊരു പബ്ലിക്കിനാണ് റൈറ്റ് ഉള്ളതാണ്. അതിനകത്ത് ആരും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഇൻഫർമേഷന് ആ നോട്ടിഫൈഡ് ഡീറ്റെയിൽ ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. വളരെ ഇതായിട്ട് മിനിസ്ട്രി കീപ്പ് ചെയ്തിരിക്കും. മിനിസ്ട്രി പോലീസോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അത് റിലേറ്റഡ് ആണോ അവരത് കീപ്പ് ചെയ്തിരിക്കും. അത് ഇവിടുത്തെ ഒരു ലീഗൽ ബോണ്ടിങ് ആണ്. അതൊരിക്കലും ആ ഒബ്ലിഗേഷൻ നമ്മൾ ആരും ബ്രീച്ച് ചെയ്യാറില്ല. അപ്പോൾ ഒരാളിങ്ങനെ തോന്നുകയാണ്, വഴിയെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു കൊച്ച് ലെഫ്റ്റ് അലോൺ ആണ്, അല്ല വീട്ടിലൊരാൾ തന്നെയാണ്, കൊച്ചിന് ഇച്ചിരി ട്രബിളിലാണ് നിൽക്കുന്നതെന്ന് നമുക്കൊരു പബ്ലിക്കായിട്ടുള്ള ഒരാൾക്ക് കാണുകയാണെങ്കിൽ അവരെങ്ങനെയാണ് നോട്ടിഫൈ ചെയ്യുന്നത്? അപ്പം ആരെയാണ് വിളിക്കേണ്ടത് ആദ്യമായിട്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ കൂടെ പോകും, മീൻസ് ഒരു ഫുട്പാത്തിൽ കൂടെ നടന്നു പോകണം. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വീടിൻ്റെ ഒരു വിൻഡോയിലിരുന്ന് ഒരു കൊച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ മീൻസ് നമുക്കറിയാം, നമ്മൾ ഒബ്സർവ് ചെയ്യും. എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചാടി പോയി എന്താണെന്ന് ഇതുമല്ല, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യും സ്വല്പം നേരം. അവിടെ എന്താ നിൽക്കുന്നത് വെച്ചാൽ ആരെങ്കിലും അഡൽട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നാ പറഞ്ഞാൽ
എബവ് 14 എബവ് ആയിട്ടുള്ള ആരെങ്കിലും കുട്ടികൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എബവ് 18 ഉള്ളോ, അങ്ങനത്തെ ആരെങ്കിലും ഒരു കുട്ടികൾ ആരെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ നമ്മൾ ആദ്യമേ നോക്കും. കുറച്ച് നേരം നമ്മൾ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളെ കൊച്ചിനോട് സ്വാഭാവികമായിട്ടും ഇൻ ബിറ്റ്വീൻ നമുക്ക് ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാം. അത് കുഴപ്പമില്ല, കൊച്ചിപ്പോൾ വിൻഡോ നമുക്കൊപ്പം സംസാരിക്കാവുന്നതാണ്, എന്താണ് ആരാ ഉള്ളത് വീട്ടിൽ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തൊന്നും നമുക്ക് കുഴപ്പമില്ല. ആരും വന്ന് പേരൻ നമ്മളോട് ഷൗട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം ഇതുപോലെയാണ്, ആരെയും കണ്ടില്ല അതുകൊണ്ട് കൊച്ചു കരയുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇത് ചെയ്തോളൂ എന്നുള്ളത് പറയുന്നതിനകത്ത് കുഴപ്പമില്ല. കാരണം ആ മുറിയിലോ കാണാവുന്നിടത്ത് ആളുണ്ടെങ്കിൽ നമ്മൾ വിൻഡോനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരും വരുമല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് മോണിറ്റർ ചെയ്തിട്ടും ഞാൻ പറഞ്ഞ ലോങ് പീരീഡിൽ പെട്ടെന്ന് കുറച്ച് സമയമായിട്ടും ആരും വരുന്നില്ല. അങ്ങനെയുണ്ട് നമ്മൾ ചെയ്യുന്ന ഡോർ നോക്കോ ബെല്ലോ എന്തെങ്കിലും ഇത് ചെയ്യും. അഡൾട്ട് ആരെങ്കിലും ഡോറിൽ വരുന്നുണ്ടോ, ആരെങ്കിലും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ആരെങ്കിലും നമുക്ക് ആൻസർ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി, ഡോറിൽ ആൻസർ ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ നോക്കും. നമ്മൾ എന്നിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ കീപ്പ് നോക്കിയും ചില സമയത്ത് നമ്മൾ വീടിന് ചുറ്റും നടന്നു നോക്കും. ആരും കിടന്നുറങ്ങുന്നുണ്ടാവാം, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്തിട്ടൊക്കെ ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങുന്നുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നതൊക്കെ അപ്പം അവരുടെ അലർട്ട് ഉണ്ടോ, ഒന്ന് ഉറങ്ങി മയങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യത്തിലൊക്കെ അവർ എണീറ്റ് വരുമല്ലോ. ചിലപ്പോൾ സ്വല്പ സമയം എടുത്തെന്ന് എടുക്കുക. അതിനൊക്കെ നമ്മൾ ചാടി ഈ പറയുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നെയ്ബർഹുഡാണല്ലോ ഇവിടെ ഉള്ളത്. ആരും ചാടി ആരും സസ്പീഷ്യസ് ആരും കാണുന്നില്ല. അങ്ങനെ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ ഓൺഗോയിങ് ആയിട്ട് ഇഷ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നവരും താമസിക്കുന്നവരും ആയിരിക്കണം. അപ്പൊ അവർക്കറിയാം ദിസ് എ പാറ്റേൺ ആണ്. ഇവർ ഹോം ലോണായിട്ട് കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഇവർ പുറത്ത് പോകും, ഇവരുടെ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഈവൻ ദ കേസ് ഓഫ് ഡ്രഗ്സ്, കാരണം ആരെങ്കിലും കൺസ്യൂം ചെയ്തെടുക്കുന്നവരാണെങ്കിൽ അവർ ഔട്ട് ഓഫ് ഇതിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് നേരത്തെ തന്നെ അവർ ചെയ്യുന്നത് അവരറിയിക്കും. അറിയിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ആക്സസ് എന്ന് പറയുന്നത് 111 ആണ്. 111 വിളിച്ചിട്ട് പോലീസിനെ അറിയിക്കും. അപ്പം പോലീസ് പറയും ഇതുപോലെ തന്നെ ഫോണിൽ തന്നെ നിൽക്കുമ്പോൾ ചോദിക്കും അടുത്ത ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും നെയ്ബർ ഇതൊക്കെ അറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. മീൻ ടൈം ചിലപ്പം അതിലെ കൂടെ ആരെങ്കിലും അവരുടെ ഫാമിലിയിലുള്ളവർ വരാം, ഇല്ലെങ്കിൽ പോകുന്നൊരു വണ്ടിക്കാർക്ക് അവർ ആ വീട്ടുകാർ അറിയാവുന്ന അവർ നിർത്തി ഇറങ്ങി വന്നിട്ട് സംസാരിക്കും. ഇവിടുത്തെ ന്യൂസിലുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കവിടെ അനുഭവത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ അവർ വന്നിട്ട് പറയുന്നത് ഈ വീട് എനിക്കറിയാവുന്ന ഇന്ന ആൾക്കാർ അറിയാവുന്ന, അവരത് കൊണ്ട് ഏറ്റെടുക്കും. പിന്നെ ഒരു പബ്ലിക് എന്ന രീതിയിൽ നമ്മളവിടെ ഇതുണ്ടായില്ല, അവരതിനെ ഇത് ടേക്ക് കെയർ ചെയ്ത് പൊക്കോളും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പോലീസിനോട് പറയാം ഓക്കെ ഇതുപോലെ ആന്റി വന്നു, അങ്കിൾ വന്നു, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും അവർ ലൈനിൽ നിൽക്കും. നമ്മൾ നിൽക്കുമ്പോൾ പോലീസ് വന്നിട്ട് ഇപ്പം ഒരു കൊച്ചു തന്നെയാണ് വീട്ടിലുള്ളതെങ്കിൽ പോലീസ് വന്നിട്ട് ഉടനെ കുട്ടിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്ലിഫ്റ്റിംഗ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ വീട്ടിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്തെന്ന്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ അപ്ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണകളിൽ നിന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഇമ്മീഡിയറ്റ് സംഭവങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്ലിഫ്റ്റ് ഇൻ ദ സെൻസ് പ്രോപ്പർ ലീഗൽ ഓർഡറോടുകൂടി കുട്ടീനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് വളരെ ലോങ് പ്രോസസ്സാണ്. വല്ല ടെമ്പററി ഉണ്ട്. ഇപ്പം ഇത് ഈ പറഞ്ഞ പോലെ പേരൻസ് ആ സമയത്ത് ഇതുപോലെ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് അവർ രണ്ടുപേർക്കും, അല്ലെങ്കിൽ ഒരാൾ സിംഗിൾ പേരൻ്റ് കൂടി ഒത്തിരി ഉണ്ട്. അപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിട്ടാണ് അവർക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി പറയുവാണ് ഞങ്ങൾക്ക് തയ്യാറാണ് ഞങ്ങൾ, ബട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒരു ഇത് വേണം, ലീഗലി ഒരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്ഷൻ 48 എന്ന് പറഞ്ഞാൽ ടെമ്പററി ഓർഡർ ഇഷ്യൂ ചെയ്യാം. 48 അവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോപ്പർ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയുള്ളപ്പം അവർ ചെയ്യാൻ അവർ പോലീസിന് ഇഷ്യൂ ചെയ്യാം, ബട്ട് സ്ട്രേറ്റ് അവേ അവർ മിനിസ്ട്രി ഓഫ് ചിൽഡ്രനെ അറിയിക്കും. അപ്പോൾ അവിടുന്ന് സോഷ്യൽ വർക്കർ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. കാരണം ആ ഓർഡർ ത്രൂ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ചിൽഡ്രന് അവർക്ക് പ്ലേസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അറിവില്ലെന്ന് വെച്ചെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ജോലി എന്ന് പറഞ്ഞെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ 8 to 4:30 ജോലി അങ്ങനെയൊക്കെ ജോലിയാണല്ലോ. അപ്പോൾ അല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും അത് നടക്കുന്നത്? അപ്പോൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിലുള്ള സമയത്ത് ആരായിരിക്കും കുട്ടികളെ ഏറ്റെടുക്കുന്നതൊക്കെ? ഇതിനകത്ത് ഇപ്പം ഞാൻ പറയാം, സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ്റെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, പിന്നെ കറക്ഷൻ്റെയോ അതുപോലെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും സോഷ്യൽ വർക്കേഴ്സ് ന്യൂസിലൻഡിലും ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം ഡേ ടൈം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇല്ല. കാരണം മിനിസ്ട്രി ഫോർ ചിൽഡ്രന് ആഫ്റ്റർ അവേഴ്സ് ഡ്യൂട്ടിയുള്ള സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ഒരു കോൺടാക്ട് സെൻ്റർ ഉണ്ട്, ഒരു പിന്നെ നാഷണൽ കോൺടാക്ട് സെൻ്റർ ഉണ്ട്. അപ്പോൾ പോലീസിന് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങൾക്കും അറിയാം.
ഇപ്പോൾ പബ്ലിക്കിനാണേലും അപ്പോൾ അത് OFI-8 ഫാമിലി ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോലീസിനോട് പറഞ്ഞാൽ പോലീസ് അതിനകത്ത് കോണ്ടാക്ട് ചെയ്തോളും. അപ്പം ഇതുപോലുള്ള ഏതൊരു കെയർ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിലും മിനിസ്ട്രിയുടെ സോഷ്യൽ വർക്കർ ഇല്ലാതെ ഒരിക്കലും പോലീസ് ഇത് ചെയ്യത്തില്ല. പോലീസ് ആ ഇമ്മീഡിയറ്റ് കൺസേൺ അഡ്രസ് ചെയ്തിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിക്കും. അപ്പോൾ അവർ ആഫ്റ്റർ സോഷ്യൽ വർക്ക് ആ സമയത്ത് അവരെ കോണ്ടാക്ട് സെൻ്റർ അറിയിക്കും. ആ ഏത് ഏരിയ എന്നുള്ളതാണോ അവിടത്തെയുള്ള അലോക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോസ്റ്റേഡ് ആയിട്ടുള്ള സോഷ്യൽ ആഫ്റ്റർ സോഷ്യൽ വർക്കേഴ്സ് കവർ ചെയ്യും. അപ്പം നമ്മൾ ഈ അപ്ലിഫ്റ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പോലീസിലേക്ക് ആരെങ്കിലും ഇൻഫോം ചെയ്തെങ്കിൽ പോലീസ് ഇങ്ങനെ അതുപോലെ മിനിസ്ട്രി ഓഫ് ചിൽഡ്രനെ ഇൻവോൾവ് ചെയ്ത് അവരുടെ അപ്ലിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അല്ലാതെ ഒരു പ്രോസസ്സായിട്ട് പലരും നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണിത്. കുട്ടിയെ അപ്ലിഫ്റ്റ് ചെയ്തു, അങ്ങനെ അവരുടെ കെയറിലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആരാണ് ഈ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത്? അത് എങ്ങനെയാണ്? പോലീസിൽ നിന്നാണോ, കോർട്ടിൽ നിന്നാണോ, ഏത് അങ്ങനത്തെ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത്? എല്ലാ പ്രോസസ്സും പറയേണ്ട ആവശ്യമില്ല, പൊതുജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യങ്ങൾ മാത്രം. 48 നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു കൊച്ചു രാത്രിയിൽ നടന്നു പോകുന്നു, ഇപ്പോൾ പോലീസിന് അറിയാം, ഇവരെ കണ്ടുപിടിക്കണം, ചെയ്യണമല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ 48 ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അന്നേരം തന്നെ നേരെ പോലീസിന് ഇമ്മീഡിയറ്റ് ഡേഞ്ചറാണ്. മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ ഒരിക്കലും ഒരു ഓർഡർ ഇല്ലാതെ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെമ്പററി പർപ്പസിലാണ് അത് ചെയ്യുന്നത്. പിന്നെ മിനിസ്ട്രിയുടെ തന്നെ കയ്യിലിരിക്കുന്നു, അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഫാമിലി എല്ലാം അവെയറാണ്, ആൾക്കാർ വില്ലിങ് ആയിട്ട് നോക്കാനുണ്ട്. ഫാമിലിയിൽ നിന്ന് തന്നെ, ഇപ്പോൾ പേരൻസ് അല്ലാതെ വേറെ ഫാമിലിയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടെങ്കിൽ ടെമ്പററി കെയർ അഗ്രിമെന്റ് വയ്ക്കാം. അതെല്ലാം വളരെ കുറച്ച് പീരീഡാണ്. അത് 28 ഡേയ്സ് ആണ് മാക്സിമം പറ്റുള്ളൂ ഈ ടെമ്പററി കെയർ അഗ്രിമെന്റ്. കോർട്ടിലൂടെയല്ലേ വരുന്നത്? അല്ലല്ല, ഇത് രണ്ടും കോർട്ടിന് പോകാതെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും. പക്ഷെ ഇത് രണ്ടിനെയും കോർട്ട് അംഗീകരിക്കുന്ന ഇത് മിനിസ്ട്രിക്ക് ഇതുള്ള ചെയ്യാനുള്ള പോലീസിനും മിനിസ്ട്രിക്കും കിട്ടിയേക്കുന്ന അതോറിറ്റിയുള്ള കാര്യങ്ങളാണ്. അടുത്ത ഒരു ഇതിലാണ് ഇപ്പം നമ്മൾ മീഡിയയിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന മീഡിയയിൽ കാണുന്ന കോർട്ട് ഓർഡർ എടുക്കുന്നതെന്ന് പറഞ്ഞത് സെക്ഷൻ 78 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മിനിസ്ട്രി ഫയൽ ചെയ്യും, കോർട്ടിൽ ഫയൽ ചെയ്യുക. കോർട്ട് സെക്ഷൻ 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രം കസ്റ്റഡി ഓർഡറാണ്. ഇൻട്രം കസ്റ്റഡി ഓർഡർ 2 ടൈപ്പ് ഉണ്ട്. അത് വിത്ത് നോട്ടീസും വിതൗട്ട് നോട്ടീസും ഉണ്ട്. വിത്തൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, അവിടെ നിന്ന് റിമൂവ് ചെയ്തേ പറ്റൂ, റിമൂവ് ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് നോട്ടീസിൽ കോർട്ടിൽ ഫയൽ ചെയ്യും. കോർട്ടിൽ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി പ്രോസസ് ഒന്നുമല്ല. ഇപ്പോഴത്തെ രീതിയിൽ വളരെ എന്താ പറയുക ഡിഫറെൻറ്റ് ലെവലിൽ സ്ക്രൂട്ടിനി നടത്തിയിട്ടേ ഉള്ളൂ. ലീഗൽ ടീം, അതുപോലെ ഇമ്മീഡിയറ്റ് സൈറ്റ് ലെവല്, പിന്നെ അതിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം അതിനുള്ള ഫാമിലി ഗ്രൂപ്പ് കോൺഫറൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനീഷ്യൽ കാര്യങ്ങളെല്ലാം നടന്നിട്ടൊന്നും ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഫാമിലി ഗ്രൂപ്പ് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ നടക്കുന്നതാണ്. ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് മിനിസ്ട്രിക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റുള്ളൂ. കൊച്ചിന്റെ ലൈഫിനെ തൊട്ടൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇപ്പൊ സെക്ഷൽ ആയിട്ടാണോ, അതല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടാണോ, അതോ ഫിസിക്കലായിട്ടാണോ, എങ്ങനെയെങ്കിലുള്ള ഒരു അബ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അവരുടെ സേഫ്റ്റി കൺസേൺ ഉണ്ട്. നമ്മുടെ മിനിസ്ട്രി പറയുന്ന, അല്ലെങ്കിൽ മിനിസ്ട്രിയെല്ലാം പറയുന്നത് ചിൽഡ്രൻ്റെ സേഫ്റ്റി വെൽബീയിങ് ആണ് ഓൾ ദ എബോവ് ഓൾ, എല്ലാത്തിനേക്കാളും മേളിൽ അവരുടെ സേഫ്റ്റി വെൽബീയിങ് ആണെന്നുള്ള ഒരു കൺസേൺ, ആ രീതിയിൽ ഒരു ബേസുള്ള രാജ്യമാണ്. അപ്പോൾ അതിനെ ചെയ്തേ പറ്റുള്ളൂ. വിത്ത് നോട്ടീസ് എന്ന് പറഞ്ഞാൽ പേരൻസിന് നോക്കാനുള്ള ഇതില്ല എന്ന് മിനിസ്ട്രിക്ക് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതില് മിനിസ്ട്രി അറിയിച്ചുകൊണ്ട് പേരൻസിന് ഇത് കൊണ്ട് സെർവ് ചെയ്തുകൊണ്ട് തന്നെ, നമ്മളിപ്പോൾ കോപ്പി ഇത് ഫയൽ ചെയ്യണമെല്ലാം പേരൻസിന് സെർവ് ചെയ്യണം. പക്ഷേ കസ്റ്റഡി വിതൗട്ട് നോട്ടീസ് ആണെങ്കിൽ ജഡ്ജി മീൻസ് കോർട്ടിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ജഡ്ജിന് ബോധ്യപ്പെടും, ഓക്കെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ പേരൻസിനെ അറിയിക്കാതെ തന്നെ നമുക്ക് ആ ഓർഡർ ഇത് ചെയ്യുവാണ്. പക്ഷെ മറ്റേതാണെങ്കിൽ കുഴപ്പം മാത്രമല്ല, പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് സോഷ്യൽ വർക്കറിന്റെ ഇതാണ് കൊച്ചിനെ അപ്ലിഫ്റ്റ് ചെയ്തു. അപ്പം പക്ഷേ മിനിസ്ട്രിയും കൂടെ ജഡ്ജും ഉൾപ്പെട്ടുകൊണ്ടാണ് ജസ്റ്റിസിന്റെ ഓർഡർ ഇല്ലാതെ ഗവൺമെന്റ് ചീഫ് എക്സിക്യൂട്ടീവിന് അണ്ടർ ദ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ഇതിലേക്ക് ആ കൊച്ചിനെ അതിൻ്റെ ഇൻ ഫേവർ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ അവർക്ക് അവരുടെ ഇതിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ
പേരൻസിനോ അല്ലെ എന്തെങ്കിലും അതുപോലെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് അപ്പൊ ഈ ജഡ്ജിന് മാത്രമേ ഇത് ചെയ്യുന്നത്. കോർട്ട് ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇപ്പൊ ഈയിടെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നല്ലോ, സ്റ്റേറ്റ് ഹോംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഹോം എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്, അവിടെയോട്ടാണ് കുട്ടികളെ പ്ലേസ് ചെയ്യുന്നത്? അതേ കുട്ടികളെ വേറെ ആൾക്കാരുടെ വീടുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്? കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഗീവർ ഇതിലേക്ക് പോണതിന് മുമ്പ് മിനിസ്ട്രിക്ക് ഒരു ധാരണ ഉണ്ടാവും എവിടെയാണ് ഈ കൊച്ചിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. 90% മിനിസ്ട്രി നോക്കുന്നത് ഫാനോ കെയർ ആണ്. ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്, ഫാമിലിയിൽ നിന്ന് ഒരാളെ തന്നെയാണ്. ഇപ്പം അങ്കിളോ ആൻറ്റിയോ അതുപോലെ ഇമ്മീഡിയറ്റ്ലി ആർക്കെങ്കിലും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ആ കൊച്ചിനെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. തീർച്ചയായും അത് ആ ഒരു പ്രോസസ്സൊക്കെയും ഇത് വളരെ നേരത്തെ തന്നെ നമ്മളിപ്പോൾ ആൾക്കാരെല്ലാം പറയും ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നത് ഒന്നുമല്ല, ഒരിക്കലും അല്ല. ഇത് ഫാമിലി ഗ്രൂപ്പ് കോൺഫറൻസ് വിളിച്ച് എല്ലാ ഫാമിലിനെയും ഇമ്മീഡിയറ്റ് എക്സ്റ്റൻഡഡ് ഫാമിലിനെ എല്ലാം വിളിച്ചിട്ടും അതുപോലെ ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഏജൻസികൾ അതുപോലെ മറ്റുള്ള പ്രൊഫഷണലുകൾ, ഇപ്പോൾ ഹെൽത്ത് ഇതുപോലത്തെ എല്ലാവരെയും ഇൻവോൾവ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. അന്നത്തെ സമയത്ത് ഈ ഓർഡർ ഏത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫാമിലിക്ക് അറേഞ്ച്മെന്റ് നടത്താം. ഇഫ് FTC ഇതിനകത്ത് പേരൻസിന് ഇതില്ലെങ്കിൽ അവർക്ക് പറയാം, അവർക്ക് ആരെങ്കിലും സ്റ്റെപ്പ് ഇൻ ചെയ്ത് മീൻസ് മുമ്പോട്ട് വന്നിട്ട് പറയാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ അങ്ങനെ നോക്കാൻ ഒരാൾ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ, പറയുകയാണ്, എഗ്രി ചെയ്യുവാണെങ്കിൽ മിനിസ്ട്രി എന്ത് സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത്? മിനിസ്ട്രി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫൈനാൻഷ്യൽ സപ്പോർട്ട്, അതിന്റെ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കും അവർക്ക്. അതുപോലെ തന്നെ ഒരു മീൻസ് പാരന്റിങ് കോഴ്സുകൾ, അതങ്ങനത്തെ കാര്യങ്ങൾ പേരന്റിന് കൊടുക്കും. അല്ലാതെ ഇവർക്ക് ഇപ്പം ഒരു ആന്റി അല്ല, പാരന്റിങ് കെയർ ഗീവറിനും സപ്പോർട്ട് വേണമല്ലോ. കൊടുക്കും. കെയർ ഗീവർ ഇപ്പം ഒരു ന്യൂ ബോൺ ബേബീനെ 60 year old ആയിട്ടുള്ളൊരു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാപ്പുകളുണ്ടല്ലോ, അതിനൊക്കെയുള്ള ട്രെയിൻ കമ്മ്യൂണിറ്റി ഏജൻസി നമുക്കുണ്ടല്ലോ. റെസിഡന്റിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഏജൻസി ഉണ്ട്. അറിയാമല്ലോ അവർക്ക് കൊച്ചുങ്ങളെ നോക്കാൻ. എങ്കിൽ പോലും മീൻസ് വരുന്ന അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അവർക്ക് പറയാം ഞാൻ ഇത്രയും പേരെ നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞാലും വന്നേക്കുന്ന ചേഞ്ചുകളോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഏജൻസികളുണ്ട്, അഡ്വൈസിങ് ഏജൻസികളുണ്ട്, ബഡ്ജറ്റിംഗ് ഏജൻസികളുണ്ട്, എല്ലാം എല്ലാവിധ ഇതിനുള്ള സർവീസ് ഇതുകൊണ്ട്. പിന്നെ മിനിസ്ട്രി പിന്നെ ഇപ്പം ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം അവരുടെ എന്താ പറയണ അൺസപ്പോർട്ടഡ് ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പേരൻ്റ് അല്ലാതെ വേറൊരാളുടെ ചെയ്യുമ്പം ഇപ്പം മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കൊടുക്കും. പക്ഷേ മിനിസ്റ്റർ ഓഫ് ചിൽഡ്രൻ പറയും ഇതുപോലെയാണ് കൊച്ചിനെ ഇന്ന ആളാണ് നോക്കുന്നത്, പേരൻ്റ് അല്ല. അപ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് കട്ട് ചെയ്തുകൊണ്ട് അൺസപ്പോർട്ടഡ് ചൈൽഡ് ബെനിഫിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവർക്ക് കിട്ടണം. അപ്പം അതുപോലത്തുള്ള പിന്നെ ഓൺ ഗോയിങ് സപ്പോർട്ട് കൊടുക്കും. കാരണം അവർ ഫാമിലിയിൽ വന്നേക്കുന്ന ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. പിന്നെ ഇപ്പൊ ഈ കൊച്ചിനെ എടുത്തു നിർത്തോ, അപ്പൊ ഒരു ആന്റി നോക്കി എപ്പോഴാണ് നിന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പേരന്റ് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മീൻസ് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കും എല്ലാവർക്കും അറിയാം. ഇപ്പം പേരന്റിന് ഒന്നില്ലെങ്കിൽ ഇപ്പം വളരെ യങ് പേരന്റ് ആണെങ്കിൽ പേരന്റിന് സ്കില്ലായിരിക്കാം ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ ആവാം ഒരു ഇഷ്യൂ, അങ്ങനെ അല്ലെങ്കിൽ ഡ്രഗ് ആവാം ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ അവർ വയലന്റ് നേച്ചർ ആവാം ഒരു ഇഷ്യൂ, മെന്റൽ ഹെൽത്ത് ആവാം ഇഷ്യൂ. അതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്, എന്താണ് സപ്പോർട്ടിങ് നെറ്റ്വർക്ക് ഉള്ളത്, ആരാണ് ഫാന സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ റിലവൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവർക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് എന്നാ പറയുക അഡിക്വേറ്റായിട്ട് സപ്പോർട്ട് നെറ്റ്വർക്കും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ റിട്ടേൺ ടു ഹോം കൊച്ചിനെ തിരിച്ചു കൊടുക്കും. അത് ഇതൊക്കെ ആ പ്രോസസ്സല്ലേ കൊണ്ടുവരണം, അല്ലാതെ ഇതൊന്നും ലൈഫ് ലോങ് അല്ല. 6 മാസോ 3 മാസോ ഉള്ളിലൊക്കെയാണ്. ഇപ്പൊ ഇന്റർം കസ്റ്റഡി എന്ന് പറയുന്നത്, ഇന്റർം കസ്റ്റഡി ഓർഡർ അങ്ങനെ ലോങ് ടൈം അല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കുന്ന ഫാമിലി ഉണ്ട്. അപ്പൊ തന്നെ ഡിസ്ചാർജ് ആവും, ആ ഓർഡർ ഡിസ്ചാർജ് ആവും. അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 101. അപ്പോൾ പിന്നെ പലർക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി കൊച്ചുങ്ങൾക്ക് നമ്മളിവിടെ അടിക്കാൻ പറ്റത്തില്ലല്ലേ, അല്ലെങ്കിൽ കൊച്ചുങ്ങൾ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇതുപോലെ മിനിസ്ട്രി എടുത്തിട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു പലർക്കും ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു കാര്യങ്ങൾ പറയുന്നത്. പലരുടെയും മനസ്സിലിരിക്കുന്ന കാര്യം അങ്ങനെയാണ്, കുട്ടികളെ അടിച്ച് കുട്ടികളെ സ്കൂളിൽ ചെന്ന് പറഞ്ഞെങ്കിൽ കുട്ടികളെ അത് കെയറിലേക്ക് പോകും, മിനിസ്ട്രി കെയറിലേക്ക് പോകും എന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ലോ ഉണ്ട്. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ലോ ഇവിടെ തന്നെ ലോകത്തിൻ്റെ ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ളതാണ്. ഫിസിക്കൽ ഹാം ഒരു ഡിസിപ്ലിൻ മെത്തേഡ് അല്ല. നാട്ടിലിപ്പോൾ അങ്ങനെയൊക്കെ ആയി തോന്നുന്നല്ലേ, ഇപ്പം നമുക്ക് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം അത് വളരെ
ഇതായിട്ട് നോക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. പിന്നെ അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് ഇമോഷണൽ ഹാം, കാരണം പിള്ളേരെ ഇമോഷണലി ഇത് ചെയ്യുന്ന ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അത് ചെറിയ പറഞ്ഞാൽ അത് അവർ വളരെ സൈലൻ്റായി പോവും, സ്കൂളിൽ പെർഫോം ചെയ്യാൻ വരും, അല്ലെങ്കിൽ അവരെല്ലാത്തിൽ നിന്നും സോഷ്യൽ സ്കില്ലുകൾ വളരെ ബാധിക്കും. അവർ വളരെ വിഡ്രോ ചെയ്യുന്ന ടീച്ചേഴ്സ് അത് മനസ്സിലാക്കി അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പല രീതിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഫിസിക്കൽ ഇതിലുള്ള ആണെങ്കിൽ ഇപ്പം ഡേക്കറി പോണ ഒരു കൊച്ചാണ്, കൊച്ചിന് ഒരു എന്തെങ്കിലും മാർക്ക് അല്ലെങ്കിൽ ബ്രോസ് ഇങ്ങനത്തെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും. അപ്പം കൊച്ച് എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എക്സ്പ്ലോർ നോക്കും, എന്താണ് സംഭവിച്ചേക്കണം നോക്കും. അപ്പോൾ അതൊരു കൺസേണിങ് ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാറ്റേൺ ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ഇത് ഓൺ ഗോയിങ് ആണ്, ഈ ഫാമിലി ഡൈനാമിക്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും സ്കൂളിലും ഉണ്ട് സോഷ്യൽ വർക്ക് അല്ലേ? സോഷ്യൽ വർക്കർ ഉണ്ട്, സോഷ്യൽ വർക്കർ ഇൻ സ്കൂൾ, അത് ഇവിടുത്തെ മിക്ക സ്കൂളുകളിലുണ്ട്. അപ്പം അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. ഡേ കെയർ ആണ്, ഡേ കെയർ മാനേജറിനോ സെൻട്രൽ ഹെഡിനോ വിളിച്ച് മിനിസ്റ്ററിനെ അറിയിക്കാം, ഇതുപോലെ ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മിനിസ്റ്ററി അന്വേഷിക്കും. അവർ ഫാമിലി വരും, ഫാമിലിയായിട്ട് സംസാരിക്കും. എന്നിട്ട് മീൻസ് ഇത് വൺ ടൈം സംഭവിച്ച കാര്യങ്ങളാണ്, ഇതിനാണ് അതിൻ്റെതായ പാറ്റേൺ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. പെട്ടെന്ന് കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുമോ? ഒരിക്കലും അതേ പറയാം. ഈ അപ്ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പ്രോസസ്സിലേക്കല്ല ഉപരിയായിട്ട് അതിന്റെ കൺസേൺ ലെവലാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഫ്രീ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഫാമിലിയുടെ ഒരു ഓൺ ഗോയിങ് സിറ്റുവേഷൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരമാണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇന്റർവ്യൂ ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. പിന്നെ ഇത് ലോകത്തിലെ പല രാജ്യങ്ങളും പല രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഈ മീഡിയയും മൂവിയും ഒക്കെ ആയിട്ട് പലരും മനസ്സിലും ഒത്തിരി ഒത്തിരി ഉണ്ട്. ഇത്രമാത്രം നമ്മൾ ഇതിനെപ്പറ്റി വറി ചെയ്യണേക്കാളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ ഉറങ്ങട്ടമാക്കി എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലെ ചിൽഡ്രൻ വെൽബീയിങ്ങിൻ്റെയും സേഫ്റ്റിൻ്റെയും പ്രധാനമായി വഹിക്കുന്ന മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ്റെ വേറൊരു പേരാണ് ഉറങ്ങട്ടമിറക്കി. അപ്പം മിനിസ്റ്റർ മോറിനെയുമാണ്. അപ്പം അതൊക്കെ അതിനകത്തൊക്കെ കയറി സൈറ്റിൽ കയറി നോക്കിയാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പോലീസിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, അല്ലാതെ മറ്റുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വെബ്സൈറ്റുകളുണ്ട്, സ്ട്രെങ്തനിങ് ഫാമിലീസൊക്കെ ഒത്തിരി ഓർഗനൈസേഷൻ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ളതുകൊണ്ട്. സ്കൂളിൽ ഡേ കെയറിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന എന്നാ പറഞ്ഞ ബ്രോഷറുകളിലും എല്ലാം എന്തൊക്കെയാണ് പേരൻ്റ് എങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ പേരൻറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പേരൻസ് റൈറ്റ്, ചിൽഡ്രൻസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ന്യൂസിലൻഡ് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക, അല്ലാതെ അനാവശ്യ വറി എടുത്തുകൊണ്ടും ടെൻഷൻ അടിച്ചുകൊണ്ടും വേണ്ട പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ, പിന്നെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അങ്ങനെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും ദൂരെ നിന്ന് പല കടമ്പകളും കടന്ന് ഇവിടെ വന്നേക്കും, നമുക്ക് ഇങ്ങനത്തെ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടോ? അത് ആ ഒരു കാര്യം നോക്കുക എന്നുള്ളത്. ശരി, നമുക്ക് ഇവിടെ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അവർ പലരും സംശയങ്ങൾ ചോദിക്കാറുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അവർക്ക് പലർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. എന്നാ പറയണേ, ഞങ്ങളിവിടെ വന്നു, ഞങ്ങളുടെ 3 കുട്ടികളും ഇവിടെ ഉണ്ടായാണ്. മൂത്ത ആൾക്ക് ഇപ്പോൾ 22 വയസ്സായി. ഇങ്ങനെയുള്ള ആ അനുഭവ സമ്പത്തിൽ തന്നെയാണ് നമ്മളിത് പറയുന്നത്. എല്ലാത്തിനും വായടച്ചൊന്നിനും അങ്ങനെയൊന്നുമല്ല. നാളെ എന്നാ പറയുക ചെയ്യേണ്ട ആ രീതിയിലുള്ള മീൻസ് ഇവിടുത്തെ ഒരു രാജ്യത്തിൻ്റെതായ നിയമങ്ങളെ ബാധിക്കുന്ന അതിൻ്റെതായ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ പേരന്റ് പറയേണ്ട കാര്യങ്ങൾ പറയണം, അല്ലാതെ നമ്മൾ എല്ലാത്തിനും എന്നാ പറഞ്ഞാൽ പേടിച്ച് നിൽക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാൻ പറയുന്നത് അത് സംഭവിക്കും അങ്ങനത്തെ ഉള്ള ഇതൊന്നുമില്ല. അതൊക്കെ കുറച്ച് അനാവശ്യമായിട്ട് കളയുക. അപ്പോൾ ഫ്രീ മൈൻഡായിട്ട് സന്തോഷമായിട്ട് പിള്ളേരെ വളർത്തുക. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഞാൻ പോകാൻ തയ്യാറായിട്ടിരിക്കും. അങ്ങനെ തമാശ അല്ലാതെ ടെൻഷൻ അടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല.